ഡോക്ടർ എൻ രാജേന്ദ്രൻ വീണ്ടും കോഴിക്കോട് DMO ആയി ചുമതലയേറ്റു. DMO ആയി തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് രാജേന്ദ്രൻ വീണ്ടും സ്ഥാനത്തെത്തിയത്. ഹൈക്കോടതി വിധിയോടെ താൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് തെളിഞ്ഞെന്ന് എൻ രാജേന്ദ്രൻ പ്രതികരിച്ചു. കോഴിക്കോട് DMO ആയി തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഡോക്ടർ എൻ രാജേന്ദ്രൻ DMO ഓഫീസിലെത്തി ചുമതലയേറ്റത്. ജനുവരി 9 വരെ തൽസ്ഥിതി തുടരാമെന്നാണ് കോടതി ഉത്തരവ്. ഹൈക്കോടതി വിധിയോടെ താൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് തെളിഞ്ഞുവെന്നാണ് വിഷയത്തിൽ DMO രാജേന്ദ്രൻ പ്രതികരിച്ചത്. ജനുവരി 4-ന് ഹിയറിംഗ് വിളിച്ചിട്ടുണ്ടെന്നും അനുകൂല ഉത്തരവ് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഒരു ഉത്തരവുണ്ടായപ്പോൾ ആ ഉത്തരവിൽ പറഞ്ഞ കാര്യപ്രകാരം തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷേ ആ ഉത്തരവ് നിർഭാഗ്യവശാൽ അത് അടുത്ത DMOന് അത് മനസ്സിലാത്തത് ഉണ്ടായതാണ് നിങ്ങൾ ഈ പറഞ്ഞ എന്താ പറയുക ഉണ്ടായത്. അപ്പോൾ അത് ഇപ്പോഴും കോടതി ഉത്തരവോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. ഹൈക്കോടതി ആ ഉത്തരവ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ഹിയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനുകൂലമായ ഉത്തരവ് ഗവൺമെൻറ് ലെവലിൽ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനുള്ളവർക്ക് ആ പ്രവർത്തനം അതേ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തനം ഞാൻ തുടരുന്നതാണ്. ഈ മാസം 9-നാണ് കോഴിക്കോട് DMO ആയിരുന്ന ഡോക്ടർ എൻ രാജേന്ദ്രനെ തിരുവനന്തപുരത്തേക്കും എറണാകുളം DMO ആയിരുന്ന ആശാദേവിയെ കോഴിക്കോട്ടേക്കും മാറ്റിക്കൊണ്ട് സർക്കാർ സ്ഥലം മാറ്റ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. സ്ഥലം മാറ്റത്തിനെതിരെ രാജേന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് അനുകൂല വിധി നേടിയിരുന്നു. അവധിയിൽ പ്രവേശിച്ച ആശാദേവി സ്ഥലം മാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്ത നടപടി ട്രൈബ്യൂണൽ പിൻവലിച്ചെന്നറിഞ്ഞ് ഓഫീസിലെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. കോഴിക്കോട് DMO ആയി ഡോക്ടർ ആശാദേവിയെ നിയമിച്ച് ആരോഗ്യവകുപ്പ് പുതിയ ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു. ഈ ഉത്തരവ് ചോദ്യം ചെയ്താണ് ഡോക്ടർ രാജേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഈ സ്ഥലം മാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്യാനൊരുങ്ങുകയാണ് സർക്കാർ. സ്ഥലം മാറ്റത്തിന് മുൻപുണ്ടായിരുന്നതുപോലെ ഉദ്യോഗസ്ഥർ തുടരണമെന്നാണ് സർക്കാർ നിർദ്ദേശം. അമൃത ന്യൂസ്, കോഴിക്കോട്.